ഹലോ, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഇന്ന് ഞാനിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് ഒരു കിടിലൻ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ്. ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമല്ല കേട്ടോ, നമ്മുടെ കുട്ടികളുടെ ലഞ്ച് ബോക്സിൽ കൊടുത്തേക്കാനും അതുപോലെ വൈകിട്ട് ഒരു ഈവനിങ് സ്നാക്ക് ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതിലേക്ക് കറികളുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ചപ്പാത്തി കഴിക്കുന്നവർക്കൊക്കെ തീർച്ചയായും ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണിത്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 മീഡിയം വലിപ്പത്തിലുള്ള സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. സവാളയിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ഈ സവാള നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. സവാള വാടിയതിന് ശേഷം വേണം അതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാൻ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത്, പിന്നെ ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇല. ഇനി ഈ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയൊക്കെ പച്ചച്ചുവ മാറുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് മസാലകൾ ഇട്ട് കൊടുക്കുക. അതിലേക്ക് അധികം മസാലയൊന്നും വേണ്ട കേട്ടോ. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും മതി കേട്ടോ. ഇനി ഇതിൻ്റെയൊക്കെ പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മീറ്റ് മസാലയോ ചിക്കൻ കറി മസാലയൊക്കെ ചേർക്കണമെങ്കിൽ അതും ചേർക്കുക. അങ്ങനെയാണെങ്കിൽ ഗരം മസാല ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിലേക്ക് ഒരു മീഡിയം വലിപ്പത്തിലുള്ള തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർക്കുക. ഇനിയിപ്പോൾ ഈ തക്കാളി നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. തക്കാളി നന്നായിട്ട് കുഴഞ്ഞു വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ അതിന് വേണ്ടി ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ തക്കാളിയൊക്കെ ഇപ്പോൾ ഇവിടെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർക്കാനുള്ളത് പൊട്ടറ്റോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ 2 വലിയ പൊട്ടറ്റോ പുഴുങ്ങിയതിന് ശേഷം തൊലിയെല്ലാം കളഞ്ഞിട്ട് ഇതുപോലെ ഉടച്ചെടുത്തിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ വലിയ പൊട്ടറ്റോയാണ് എടുത്തിട്ടുള്ളത്. ഇനി ചെറുതൊക്കെ ആണെങ്കിൽ 4 എടുക്കുക. അപ്പോൾ നന്നായിട്ട് പുഴുങ്ങിയതിന് ശേഷം ഉടച്ചിട്ട് വേണം കേട്ടോ അതിലേക്ക് ചേർക്കാൻ. അപ്പോൾ ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. പൊട്ടറ്റോ പുഴുങ്ങിയപ്പോൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ പൊട്ടറ്റോയിലേക്കുള്ള ഉപ്പും കൂടി ഇടണം. പിന്നെ 2 ടേബിൾ സ്പൂൺ ചെറുതായി കട്ട് ചെയ്ത മല്ലിയില കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ നാരങ്ങ നീരും കൂടി ചേർക്കുക കേട്ടോ. അപ്പോൾ നാരങ്ങ നീരും കൂടി ചേർത്ത് കഴിഞ്ഞാൽ പ്രത്യേക ടേസ്റ്റാണ് ഈ മസാലക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പോൾ നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കണം കേട്ടോ. ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് 2 കപ്പ് ഗോതമ്പ് പൊടിയിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇനി ഇത് മിക്സ് ചെയ്യാൻ തിളച്ച വെള്ളം വേണം കേട്ടോ ചേർക്കാൻ. അപ്പോൾ തിളച്ച വെള്ളം കൊണ്ട് ഗോതമ്പ് പൊടി മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കി കഴിയുമ്പോൾ നല്ല സോഫ്റ്റ് ആവും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന ചപ്പാത്തി, രാവിലെ ഉണ്ടാക്കിയ ചപ്പാത്തി പിറ്റേന്ന് രാവിലെ വരെയും തന്നെ നല്ല സോഫ്റ്റായിട്ട് കേടുകൂടാതിരിക്കും കേട്ടോ. അപ്പോൾ കുറേശ്ശായി വെള്ളം ഒഴിച്ച് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ അതിന് ശേഷം കൈ കൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇതിപ്പോൾ ഞാൻ നല്ല പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുഴച്ചെടുത്ത മാവിൽ നിന്നും കുറേ ബോൾസ് ഉണ്ടാക്കിയെടുക്കുക. ഇതുപോലെ ഇത്രയും വലിപ്പത്തിലുള്ള ബോൾസ് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുത്തുള്ള ബോൾസിൽ കുറച്ച് ഓയിൽ തടവണം. അപ്പോൾ ഞാൻ ചപ്പാത്തി പ്രസ്സിലാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് അതിൽ നിന്ന് വിട്ടുപോരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഓയിൽ തടവി കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അല്ലാതെയും വേണമെങ്കിൽ പരത്തിയെടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചപ്പാത്തി പരത്തിയെടുക്കുക. അപ്പോൾ നല്ല തിന്നായിട്ട് പരത്തേണ്ട ആവശ്യമില്ല, അതുപോലെ നല്ല കട്ടിയായിട്ടും പരത്തരുത് കേട്ടോ. ആദ്യം തന്നെ എല്ലാ ചപ്പാത്തി ഒന്ന് പരത്തിയെടുക്കുക. അതിനുശേഷം വേണം നമുക്ക് ഫില്ലിങ്സ് വെച്ചിട്ട് ഇതൊന്ന് മടക്കിയെടുക്കാൻ. അപ്പോൾ ചപ്പാത്തിയുടെ സെൻറ്ററിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് വെച്ചിട്ടൊന്ന് പരത്തി കൊടുക്കുക. ഫില്ലിങ്സ് വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചപ്പാത്തിയുടെ 2 സൈഡിൽ നിന്നും ഇതുപോലെ ഈ ഫില്ലിങ്സിൻ്റെ മുകളിലേക്ക് വെച്ചിട്ടൊന്ന് മടക്കിയെടുക്കുക. ഒരു ത്രികോണ ഷേപ്പിലാണ് കേട്ടോ നമ്മളിത് മടക്കിയെടുക്കുന്നത്. അപ്പോൾ ചപ്പാത്തിപ്പൊടി ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് ഒട്ടിക്കിട്ടും. നമ്മളൊന്നും വെച്ചിട്ട് ഒട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിനുശേഷം താഴെയുള്ള ഈ പോർഷൻ ഉണ്ടല്ലോ, അതൊന്ന് മുകളിലേക്ക് വെച്ചിട്ടൊന്ന് മടക്കുക. കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി, അപ്പോൾ തന്നെ ഒട്ടിക്കിട്ടും. ഇപ്പോൾ കണ്ടില്ലേ, നല്ലൊരു ത്രികോണ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇനി കൈ കൊണ്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ അത്യാവശ്യം വലുതായിട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെ ത്രികോണ ഷേപ്പിൽ മടക്കിയെടുക്കുക. അധിക സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ നമുക്കിത് മടക്കിയെടുക്കാനായിട്ട് പറ്റും. അതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി, അപ്പോൾ തന്നെ ഇത് ഒട്ടി കിട്ടുന്നുണ്ട്, ഗോതമ്പ് പൊടി ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഞാനിപ്പോൾ ഇതെല്ലാം ഇതുപോലെ മടക്കിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് ചുട്ടെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർക്കുക. നെയ്യ് മെൽറ്റ് ആയതിനു ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഇതിലിട്ടിട്ടൊന്ന് ചുട്ടെടുക്കുക. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ചുട്ടെടുത്താൽ മതി കേട്ടോ. ഒരു വശം നല്ല ഗോൾഡൻ ബ്രൗൺ നിറാവുമ്പോൾ നമ്മളിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ തിരിച്ചും മറിച്ചിട്ടിട്ട് വേണം അത് ചുട്ടെടുക്കാൻ. ഒരു 2-3 പ്രാവശ്യം തിരിച്ചും മറിച്ചിട്ടിട്ട് ചുട്ടെടുക്കണം കേട്ടോ. പിന്നെ ഇതിൽ ഫില്ലിങ്സ് ആൾറെഡി വെന്തതാണ്. അപ്പോൾ ഈ ചപ്പാത്തിൻ്റെ പുറമവശം മാത്രം ഒന്ന് ബ്രൗൺ ആയി കിട്ടിയാൽ മതി. പിന്നെ നമ്മൾ നെയ്യിൽ ചുട്ടെടുക്കുന്നതുകൊണ്ട് തന്നെ പ്രത്യേക ഒരു ഫ്ലേവറാണ് കേട്ടോ അതിന്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നെയ്യ് ചേർക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ ചുട്ടെടുക്കാം. അപ്പം നല്ല ചൂടോട് കൂടി കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ആ നെയ്യിൻ്റെ ഫ്ലേവറും പിന്നെ അതിൻ്റെ അകത്തുള്ള മസാലയൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ.
അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല കിഡിലൻ ടേസ്റ്റാണ്. ഒരു പ്രാവശ്യമൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ, പിന്നെ നിങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കാൻ തോന്നുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു കിഡിലൻ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.